ഒട്ടും തന്നെ മുടിയില്ലാത്തൊരവസ്ഥ. ശരിക്കും മുടിയൊന്നും നമുക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല, പക്ഷെ എന്നാലും ഇല്ലാത്ത ആളുകൾക്ക് അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ നേരിടുന്നുണ്ട്. ചേച്ചി ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ടെൻഷൻ കൂടെ കൂടിയിട്ടായിരിക്കും. അതെ 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 അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഭയങ്കര കരഞ്ഞിട്ടൊക്കെയാണ് ഇവർ സംസാരിച്ചത്. ഇവരൊരു 8 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഇവര് മെസ്സേജ് ചെയ്യുകയാണ്. ഇവരുടെ ഹെയർ വന്നതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ആ ഒരു ചാറ്റ് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ അപ്പോഴും കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാം എടുത്ത് നമ്മൾ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ സാധാരണ കമന്റ്സ് നമുക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ 2000-ഓളം നെഗറ്റീവ് കമന്റ്സ്. 10 മിനിറ്റ്സിൽ മോർ ദാൻ 2000 നെഗറ്റീവ് കമന്റ്സ്. ഡീഗ്രേഡിംഗ് ആണ്, പെയ്ഡ് ഡീഗ്രേഡിംഗ് ആണ്. ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും നമ്മൾ ഉപയോഗിച്ച് ഒരു ക്വാളിറ്റിയുടെ ആണെന്ന് നമുക്ക് എൻഷുർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ. അങ്ങനെ ഇറക്കി നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും മെയിൻ സക്സസ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു ലെവൽ എത്തിയെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിലുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഭൂമിക വേദിക്സ് അടിക്കുമ്പോൾ ഭൂമിക ആയുർവേദിക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സെയിം ഡിസൈൻ, ഞങ്ങളുടെ സെയിം ബോട്ടിൽ, ഞങ്ങളുടെ സെയിം ലേബൽ എല്ലാം വെച്ചിട്ട് ഡൂപ്പ് ഇറങ്ങിയേക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മളെ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ വലിയ ഡൂപ്പ് തന്നെ. റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഒരു ജോബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ജോബ് ചെയ്യാൻ അയാൾ ആക്ട് അല്ല. അതാണ് അതിന്റെ കാര്യം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ബ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ ഇന്ന് ബ്രാൻഡ് മാസ്റ്ററിൽ നമ്മുടെ കൂടെയുള്ള ആ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിക വേദിക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ തന്നെ ദ കപ്പിൾ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന 2 പേരാണെന്ന് എൻ്റെ കൂടെ ഉള്ളത്. അഞ്ജു ആൻഡ് റോബിൻ. ഹലോ, വെൽക്കം. എങ്ങനെ പോകുന്നു ഭൂമിക വേദിക്സ്? ശരിക്കും നിങ്ങളെക്കാളുപരി ആൾക്കാർക്കാർക്കും അതിനെ കൂടുതൽ പറയാൻ പറ്റുന്നതും അവർ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നു, നല്ല റിവ്യൂസ് പറയുന്നു. സോ അപ്പോൾ റൈറ്റ് നൗ വാട്ട് യു ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് നാട്ടുകാരിലേക്ക് എത്തി, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നു, ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നു, നമ്മളും വളരുന്നു, അതിൻ്റെ ഒപ്പം നമ്മളെ ചുറ്റിയുള്ള ബാക്കിയുള്ള ആൾക്കാരും വളരുന്നു. സംരംഭകം എന്ന രീതിയിൽ വളരെ ഹാപ്പി ആയ ഒരു മൊമെന്റാണ്. ശരിക്കും ഓൺലൈൻ ബിസിനസ് ആയിട്ട് കൂടി നമുക്ക് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഇവർ പറയുന്ന റിവ്യൂസ് കേൾക്കുമ്പോൾ, നല്ല റിസൾട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ, കമന്റുകൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ കൊടുത്തൊരു പ്രൊഡക്റ്റ്, ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് ആളുകൾ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഒരു ജേർണി ശരിക്കും ഇപ്പം നിങ്ങളുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു യങ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു യങ് ഏജിൽ തന്നെ ഈ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജേർണി അതെങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ? ഇവരുടെ ഫാമിലി പാരമ്പര്യമായിട്ട് ഈ ആയുർവേദിക് ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ ഹെയർ ഓയിൽ എല്ലാം ഉണ്ടാക്കി ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അഞ്ജുവിൻ്റെ ചേച്ചിക്ക് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ ഒരു ലൈൻ ലൈറ്റിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ മുതുമുത്തശ്ശൻ അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു രഹസ്യ കൂട്ടുണ്ട്. ഇത് നമുക്ക് തലമുറകളായിട്ട് നമുക്ക് കൈമാറി വരുന്നുണ്ട്. അത് കാച്ചെണ്ണയാണെങ്കിൽ എനിക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിൻ്റെ മൂപ്പ് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇത് ഒരിക്കലും ഇത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ ബിസിനസ് ആക്കണം എന്ന് വിചാരിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുക്കും. ഇപ്പം അന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തലമുടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, എടി നീ എന്താടി തേക്കുന്നത്, എനിക്ക് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിന് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, എനിക്കൊന്നും ആ ടൈമിൽ അവൾ പുറത്തായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ അവൾ നാട്ടിൽ പെട്ടുപോയി. അപ്പോൾ ആ ടൈമിലാണ് എന്നെ ഒന്ന് വിളിക്കുന്നത് ആള്. പുള്ളിക്കാരി വിളിച്ചു, ഇവര് ഓയിൽ കൊടുക്കുകയും ചെയ്തു. എനിക്ക് ചെറിയൊരു പേയ്മെന്റ് പുള്ളിക്കാരി കൊടുത്തു. ഞാൻ ബാങ്കാണല്ലോ, അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. നീ ഇതെന്തുകൊണ്ട് ഇതൊരു, കാരണം നമ്മളൊരു സംരംഭം തുടങ്ങും, അത് വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ നമുക്ക് നിർത്തേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് ഇത് തുടങ്ങിക്കൂടെ എന്നുള്ളൊരു തോട്ടിട്ട് കൊടുത്തു. നീ ഇതൊരു ബിസിനസ് ആക്കുക, ഇതിന് സ്കോപ്പ് ഉണ്ട്, ചെയ്യാൻ പറഞ്ഞ് തോട്ടിട്ട് കൊടുത്തു. ആ ടൈമിൽ ഞാൻ ബെഡിനെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഹെയറിൻ്റെ വീഡിയോസ് ഇതൊക്കെ നേരത്തെ വെറുതെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു പേര് ആദ്യം ഒന്ന് നോക്കി, നല്ലൊരു പേര് എന്തായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചു, ഭൂമിക വേദിക്സ്. കണക്ട് ആകുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ നെയിം എന്ന് പറയുന്ന പോലെ ഒരു പേര്. അതെ, അങ്ങനെ കണ്ടുപിടിച്ച് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടു. പിന്നെ ആദ്യം തന്നെ
നമുക്ക് ഇതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തത്, നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടു. അപ്പോഴത്തേക്ക് ഒരുപാട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ്, നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതെങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇതിന്റെ ലൈസൻസ് വെറുതെ നമുക്ക് എനിക്കറിയാം നമുക്കിത് വെറുതെ വിൽക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, അപ്പൊ ആ ടൈമിൽ ഞാൻ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ലൈസൻസിന്റെ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് ആയിരുന്നു നോക്കിയത്. നമ്മൾ ആ ലെവലിലേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, കാരണം ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്, ഈ മേടിക്കുന്ന ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് മേടിക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് സൈനാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ എങ്ങനെ ഇതിന് ലൈസൻസ് എടുക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു. അതിനുള്ള വഴികൾ മുട്ടാൻ തുടങ്ങി, അതിനുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്, യൂസ് ചെയ്യാം. നമ്മളിത് നോക്കിയാൽ നമുക്കറിയാം എങ്ങനെ നമുക്ക് എടുക്കാന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ പോയി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഞങ്ങൾ ഒരു ദിവസം ഞാൻ ലീവ് എടുക്കും, അല്ലെങ്കിൽ എനിക്ക് സാറ്റർഡേ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ പോയി ചോദിക്കും ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ ആൾ ശരിക്കും പറഞ്ഞാൽ ക്യാരിങ്ങിന്റെ സ്റ്റേജ് അവിടെ ഡെവലപ്പ് ആവുന്നു. നമ്മളിവിടെ കമ്പനി പയ്യെ ലൈസൻസ് ഒക്കെ എടുത്ത് ആ ലെവലിലേക്ക് വരുന്നു. ശരിക്കും ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ശരിക്കും കുറേ ഹെയർ ഓയിൽസ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ അറിയില്ലാത്തൊരു കാര്യമുണ്ട്. നമുക്കൊരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കണമെങ്കിൽ നമുക്ക് ഇതിന് ലൈസൻസ് വേണം. നമുക്ക് കറക്റ്റായിട്ട് നമ്മളിത് ലാബ് ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ ചാനലിൽ കൂടെ പോയി വേണം കസ്റ്റമറിലോട്ട് എത്താൻ. അതെ, അപ്പോൾ എനിക്കൊന്ന് കൂടുതലായിട്ട് ലൈസൻസിന്റെ കാര്യങ്ങൾ ഇതൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ആലോചിച്ചു എങ്ങനെയാണെന്നുള്ളത്. കാരണം ഒത്തിരി പേര് അറിയില്ലാത്ത ആളുകൾ കുറെ പേരുണ്ട്, ഇതെങ്ങനെയാണ് ഇതിലോട്ട് എത്തേണ്ടത് എന്നുള്ളത്. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, നമുക്ക് പൊതുവെ ഇപ്പൊ എന്ത് സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൈൻഡിൽ ഇത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വഴികളും തുറന്നു കിട്ടും. അങ്ങനെ ഒരു ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പോയി ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത്, ഏത് രീതിയിൽ രജിസ്റ്റർ ചെയ്യണം. കുറച്ച് എനിക്ക് ബാങ്ക് ആയതുകൊണ്ട് കുറച്ച് നോളജ് ഉണ്ട്, അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നാലും രജിസ്ട്രേഷൻ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം തന്നെ. അപ്പോൾ നമ്മളൊരു ട്രേഡ് മാർക്ക് എടുക്കണം, നമ്മുടെ ബ്രാൻഡിന് ഒരു ട്രേഡ് മാർക്ക് എടുക്കണം, നമുക്ക് ലോഗോ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പിന്നീട് ഈ പ്രോഡക്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ആയുഷിന്റെ കീഴിൽ വരുമ്പോൾ നമ്മളൊരു ആയുഷ് അംഗീകൃത ലാബിൽ നമ്മുടെ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വിടും. അവരൊരു 3 months ഈ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യും. അവർ ഓരോ തവണ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അവരതിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് തരും. ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം, ഇതിന് ഇത്ര ഷെൽ ലൈഫ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സർട്ടിഫൈ ചെയ്ത് നമുക്ക് തരും. പ്ലസ് നമ്മളൊരു സാമ്പിൾ സ്റ്റഡി, കാരണം നമ്മുടെ ഡാൻഡ്രഫ് പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സാമ്പിൾ സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഒരു റിപ്പോർട്ട് വയ്ക്കുക. അത് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് നമുക്ക് കുറച്ച് ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഇന്ന രീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡ്രഗ്സിന്റെ ഡിപ്പാർട്ട്മെന്റുകാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി മെഡിസിൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അവർ ഭയങ്കര ഓപ്പണാണ്. അവർ നമ്മളങ്ങനെ ശരിക്കും കേരളത്തിൽ പലരും പറയും സംരംഭം ചെയ്യാൻ അങ്ങനെ ഒരു ഭയങ്കര ചലഞ്ചസ് ഉണ്ടെന്നൊക്കെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കേസിൽ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ചെന്ന് കഴിയും അവരിത് ഇന്ന വഴികളിൽ പോവുക, നിങ്ങൾക്ക് ഇത് കിട്ടും. ഞാൻ പോയി സംസാരിച്ചതും ഇതേപോലെ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ആയുർവേദ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. ഇവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ വഴികൾ പറഞ്ഞു തരാണ്, നിങ്ങൾ ഇന്ന വഴിക്ക് പോകും, ഇന്ന വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ പോയി നമ്മൾ സബ്മിറ്റ് ചെയ്തു. അവർ നമ്മുടെ കമ്പനി, നമുക്ക് ചെറിയൊരു റൂം കാര്യങ്ങളെല്ലാം വേണം, ഒരു ഓഫീസ് വേണം. അങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തു. അവിടെ ഒരു വിസിറ്റിന് വരും. അവിടെ നമുക്കൊരു യൂണിറ്റ് വേണം, ആ യൂണിറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ഇന്ന വഴികളിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടാന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു എനിക്ക് ഒരു 30 days ഒക്കെ മാക്സിമം എടുത്തുള്ളൂ. അതിനുള്ളിൽ അവർ അപ്രൂവൽ തന്ന് നമുക്ക് ലൈസൻസ് തരും. പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ലൈസൻസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് മാനുഫാക്ചർഡ് ബൈ ഇന്നയാള്, ലൈസൻസ് നമ്പർ ഇന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കവറൊക്കെ ആക്കി. അപ്പോൾ പാരലലി ഞങ്ങൾ ഒരു ഡിസൈൻ, ബോട്ടിൽ ഡിസൈൻ, കവർ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഒപ്പം ഒരു സ്റ്റേജ് ഇങ്ങനെ വളർന്നു പോരുവാണല്ലോ. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ എടുക്കുന്നു. അതൊരു സൈഡിൽ കൂടെ പോയി. ശരിക്കും പറഞ്ഞാൽ ആള് മാർക്കറ്റിംഗ് സൈഡ് നോക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ സൈഡ് നോക്കും. അങ്ങനെ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ തുടക്കത്തിലെ പാക്കിങ്ങും എല്ലാം നമ്മൾ എല്ലാം. കാരണം നമുക്ക് ഇനിഷ്യലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേയിലൊക്കെ വരുന്ന ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ 2 ബോട്ടിൽ 3 ബോട്ടിൽ അതൊക്കെയാണ് നമ്മുടെ ഓർഡർ. നമുക്ക് ഏറ്റവും മാക്സിമം ഒരു 5 ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അന്ന് ഞങ്ങൾ ഔട്ടിംഗ് ആണ്, അന്ന് പോകും, പുറത്തു പോകും, ചായ കുടിക്കാൻ പോകും. 5 ബോട്ടിൽ ഞങ്ങൾ ടാർഗറ്റ് കിട്ടി. അന്ന് ഞാൻ മാത്രമാണ് നമ്മൾ ഈ സെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, ഇൻസ്റ്റയിൽ ഇരിക്കുന്നത്, നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ട് സംസാരിക്കുന്നത്, വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ ആള് ജോലി കഴിഞ്ഞ് വരുമ്പോ എന്റെ അടുത്ത് ചോദിക്കും, ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇന്ന് എത്ര ബോട്ടിലായി? അപ്പൊ ഞാൻ പറയും
ഇന്ന് എത്ര വലിയ ഒരു 5 ആയില്ല, ചിലപ്പോ 4 നിൽക്കുമായിരിക്കും. ഒരെണ്ണം കിട്ടി 5 ആവെന്ന് പറയാം. അപ്പൊ ചിലപ്പോ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ആരെങ്കിലും വരും, ഓർഡർ ചെയ്യും. 5 വീട്ടിലായി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു കസ്റ്റമേഴ്സ് തന്നെയാണ് ശരിക്കും തുടക്കത്തിലുള്ള. അതെ, ഇവര് ശരിക്കും മറ്റുള്ളവരോട് നല്ലത് പറയും. അതായത് ഇവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി, ഇങ്ങനെ പറഞ്ഞൊരു എന്താ പറയാ വാമൊഴി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് ശരിക്കും ഭൂമിക വേദിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ശരിക്കും ഉണ്ടായത്. അതിൽ അവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പൊ മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്, ആഡും ഉണ്ട്. ഒരു പരിധി വരെ ആഡ് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ മൗത്ത് പബ്ലിസിറ്റിയും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ കൂടുതൽ ജെനുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി ഒരു പടിക്ക് മേളിൽ ജെനുവിൻ ആയിട്ട് നിൽക്കുമല്ലോ തീർച്ചയായിട്ടും. എങ്ങനെ പോയാലും അപ്പൊ നമ്മുടെ എങ്ങനെയാണ് മൗത്ത് പബ്ലിസിറ്റി ഈ ആഡും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് നമുക്ക്? ശരിക്കും നമുക്ക് രണ്ടും ഉണ്ട്. തുടക്കത്തിൽ നമുക്ക് എന്താ പറയാ മൗത്ത് പബ്ലിസിറ്റി ആണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ആദ്യം വേറെ രീതിയിൽ ആർട്സ് ചെയ്യാനോ ഒന്നും നമുക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്ത്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്താൽ അത് വാമൊഴിയായിട്ട് പൊക്കോളും, നല്ല ക്വാളിറ്റി. പിന്നെ നമ്മൾ കുറച്ചൊരു സ്റ്റേജ് എത്തി കഴിയുമ്പോഴാണ് നമ്മൾ ആർട്സ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അത് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതാണ്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ അടുത്തോട്ട് എത്തണമെങ്കിൽ, അതിന് കുറച്ച് റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുള്ള കാര്യങ്ങൾ ഇതിന് ചെയ്യണം. നമുക്ക് രണ്ടും വേണം. ഒന്ന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മൗത്ത് പബ്ലിസിറ്റി കിട്ടും. കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ക്വാളിറ്റി ഉണ്ടെന്ന് ഫസ്റ്റ് മേക്ക് ഷുവർ ചെയ്താൽ പിന്നെ ആഡ് ചെയ്യാം. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ മാർക്കറ്റിംഗ് വേറെ വഴിയൊന്നുമില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ടേൺ ഓവർ ഒക്കെ നോക്കുവാണെങ്കിൽ 50 lakhs അത് ഒരു 50 lakh അല്ലേ? തീർച്ചയായിട്ടും പറയാമല്ലോ. lakhs എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരിക്കും ഒരു വർഷം മുന്നേ ആണല്ലേ? ഓക്കെ, എനിക്ക് 1 year ബാക്ക് നോക്കുവാണെങ്കിൽ 50 lakh. എനിക്ക് ആ സമയത്ത് ഏതൊക്കെയോ ഇന്റർവ്യൂസും ഉണ്ട്, നിങ്ങളെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ. തുടങ്ങി ഒരു വർഷത്തിന് ശേഷം തന്നെ, 3 വർഷം ആയുള്ളൂ. ടേൺ ഓവർ ആണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് അല്ല. അതാ ശരിക്കും ഒന്ന് ക്ലാരിറ്റി ചെയ്യണം. ശരിക്കും ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ 500 രൂപയാണ് നമ്മുടെ ബോട്ടിലിനെങ്കിൽ 10,000 ബോട്ടിൽ പോയാൽ നമുക്ക് 50 lakhs ആയി ഒരു മാസം. അതാണ് ടേൺ ഓവർ. നമ്മുടെ വിറ്റുവരവാണ് ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ശരിക്കും നമുക്ക് മോർ ദാൻ 2 crores വിറ്റുവരവുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സ് വന്നു, ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാകുമോ, ഇത്രയും ഇത്. ശരിക്കും ആളുകൾ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ വെച്ചാൽ ശരിക്കും അത് ടേൺ ഓവർ ആണ്, പ്രോഫിറ്റ് അല്ല. നമ്മുടെ പ്രോഫിറ്റ് അല്ല, ബിസിനസ് എപ്പോഴും ചോദിക്കണ്ട. ഇപ്പൊ ഞാൻ ബാങ്കിലായതുകൊണ്ട് ബിസിനസ് പറയണത് ടേൺ ഓവറിന്റെ ലെവലിലാണ് നമ്മൾ സംസാരിക്കുള്ളൂ. എത്ര ടേൺ ഓവർ ഉള്ള കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കമ്പനീനെ അനലൈസ് ചെയ്യാം. ഇതിന് ഇത്ര ടേൺ ഓവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതൊരു കമ്പനി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ കമ്പനി കൊള്ളാൻ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ശരിക്കും അന്ന് ഞങ്ങൾക്ക് ഒരു 10,000 ബോട്ടിലേക്ക് ആയിരുന്നു ഒരു മാസം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ എനിക്ക് 4 മടങ്ങിന് മുകളിൽ പോകുന്നുണ്ട്. അന്നൊരു ടൈമിൽ കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ശരിക്കും ഓൺലൈനിലൊക്കെ ഇത്രയും നടക്കുമോ എന്നുള്ളത്. ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഓഫ്ലൈനേക്കാളും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഓൺലൈൻ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഷോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ദിവസം 2,500ഓളം കൊറിയർ നമുക്ക് പോകുന്നുണ്ട്. ബോട്ടിൽസ് അല്ല, കൊറിയർ. ചിലപ്പോൾ ഒരു കൊറിയറിൽ നമുക്ക് ഒരു 5 ബോട്ടിൽസ് ഒക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് നടന്നൊന്നും വരില്ല. അത്രയും ആളുകൾ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഷോപ്പിലോട്ട് വരില്ല. ആ ഷോപ്പിന്റെ പരിധിയിലുള്ള ആൾക്കാർ ആണ് കൂടുതൽ എത്താൻ പറ്റുള്ളൂ. അതെ അതെ, കൂടുതൽ ആൾക്കാരിലേക്ക് ഒത്തിരി ഉണ്ട്. ഓൺലൈൻ ബിസിനസ്സിന് കുറെ ഗുണങ്ങൾ. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. നമുക്ക് റെഡിമെയ്ഡ് ക്യാഷ് കിട്ടും, ആള് പേയ്മെന്റ് തരും. നമുക്ക് നമ്മുടെ എല്ലായിടത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അതൊരു അനുഗ്രഹം. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ പൈസ മേടിച്ച് നമ്മൾ കയ്യിൽ വയ്ക്കുകയല്ല. നമ്മൾ റോ മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട്, ഓയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളുടെ ഫണ്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം വീതിച്ചു പോകുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ മേടിക്കുമ്പോൾ ഓൺലൈനിൽ ഒന്നുമില്ലെങ്കിൽ അവർ COD ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് മേടിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് റെഡി ആയിട്ട് ക്യാഷ് കയ്യിലേക്ക് കിട്ടും. നിങ്ങൾക്കൊരു സക്സസ് ഫോർമുല ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചില ഓരോ കമ്പനീസിനും എല്ലാവരും ഫൗണ്ടേഴ്സിനും ഉള്ള ചില ഫോർമുലാസ് ഉണ്ടാവും. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ആ പെർട്ടിക്കുലർ സക്സസ് ഫോർമുല. അങ്ങനെ നോക്കുവാണെങ്കിൽ അത് ഓഫ് കോഴ്സ് ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും മെയിൻ സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ നോക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടെക്നിക്സ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും ബിസിനസ്സിലുള്ള ഒരു സക്സസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എനിക്ക് തോന്നുന്നു ഞാൻ ക്വാളിറ്റി എൻഷുർ ചെയ്യാന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. കാരണം റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒത്തിരി കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡായത്. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു ലെവലിൽ എത്തിയെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിലുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഭൂമിക വേദിക്സ് അടിക്കുമ്പോൾ ഭൂമിക ആയുർവേദിക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സെയിം ഡിസൈൻ, ഞങ്ങളുടെ സെയിം ബോട്ടിൽ, ഞങ്ങളുടെ സെയിം ലേബൽ എല്ലാം വെച്ചിട്ട് ഡ്യൂപ്പ് ഇറങ്ങിയേക്കണം.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങള് മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മളെ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ വലിയ ഡ്യൂപ്പ് തന്നെ ഇപ്പോഴും ആമസോണിൽ. ഇപ്പൊ ഞാൻ അത് കംപ്ലൈന്റ് ചെയ്ത് അത് അവര് റിമൂവ് ചെയ്തു. പക്ഷെ വേറൊരു ബ്രാൻഡ് അതേ ഡിസൈൻ എടുത്ത് ആമസോണിൽ ഇട്ടിട്ടുണ്ട്. പേര് വേറെയാണ്, ഡിസൈൻ എല്ലാം നമ്മുടെ തന്നെ, പക്ഷെ കസ്റ്റമർ എടുത്ത് നോക്കുമ്പോൾ കണ്ടന്റ് വേറെ ആയിരിക്കും. അതെ 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 അതെ. പ്രൊഡക്റ്റ് ഡ്യൂപ്പായിരിക്കും, മേടിക്കുന്ന ആൾക്കാർ എന്തായാലും കബളിക്കപ്പെടും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ സക്സസ് ആവുമ്പോഴാണ് നമുക്ക് ഡ്യൂപ്പ് വരുന്നത്. ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ട്. വേറൊരു ഇൻസിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ആദ്യം നമ്മൾ രാവിലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്ത് നോക്കി. ഇൻസ്റ്റാഗ്രാം എടുത്ത് നമ്മൾ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ സാധാരണ കമന്റ്സ് നമുക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ 2000-ഓളം നെഗറ്റീവ് കമന്റ്സ്, ഇത് ഫേക്ക് ആണ്, സ്പാമാണ്. 10 minutes more than 2000 നെഗറ്റീവ് കമന്റ്സ്. ഡീഗ്രേഡിംഗ് ആണ്, പെയ്ഡ് ഡീഗ്രേഡിംഗ് ആണ്. അത് നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള, കാരണം നമുക്ക് ഒരു ടെക്നിക്കൽ ടീമുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അപ്പോൾ ഇവർ മെറ്റയുടെ ടീമുമായിട്ട് ഡിസ്കഷൻ വെച്ചപ്പോൾ ഇവർ പറയുന്നത് ഇത് നിങ്ങൾക്ക് എതിരെ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്, ശത്രുക്കൾ ചെയ്യുന്നതാണ്. ആരൊക്കെയോ നമ്മളെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല, കാരണം ഇങ്ങനെ ചെയ്യുന്നതിന് നല്ല മുടക്കുണ്ട്. അതിൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ. അതിന്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ഏകദേശം 1000-ഓളം കമന്റ്സ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആൾക്കാർ വന്ന് കമന്റ് ചെയ്തേക്കോണം, നിങ്ങളോട് ആരാ പറഞ്ഞു ഇത് ഫേക്ക് ആണെന്ന്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണല്ലോ. അവര് തമ്മിലാണ് റിപ്ലൈന്റെ കാര്യമില്ല. അത് അവരെന്ന് പറഞ്ഞാൽ ഇത് ഫേക്ക് അക്കൗണ്ട് ആണ്. കാരണം വെച്ചാൽ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, ഒരു 3-4 ഫോളോവേഴ്സ് ഉണ്ടാവും. അത് ബോട്ട് വഴി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്, ബോട്ട് റിലേറ്റഡ് ഐറ്റംസ് ആണ് കളിക്കണത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മളുടെ പ്രൊഡക്ട്സ് ആക്ച്വലി ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഷാമ്പു ഒക്കെ എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് ഉള്ളത് ഇപ്പോൾ ഉള്ളത്? നമുക്ക് ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്, വിർജിൻ കോക്കനട്ട് ഓയിൽ, സ്കിൻ കെയർ ഓയിൽ, ഇപ്പൊ അത്രയാണുള്ളത്. പിന്നെ നമ്മളിപ്പോ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണോ, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും നമ്മൾ ഉപയോഗിച്ച് ഒരു ക്വാളിറ്റിയുടെ ആണെന്ന് നമുക്ക് എൻഷുർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ. അങ്ങനെ ഇറക്കി നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഈ ബ്രാൻഡിനൊക്കെ നമ്മൾ ഏത് സാധനം ഇറക്കിയാലും നെഗറ്റീവ് പെട്ടെന്ന് പരക്കും. നമുക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റും പിടിച്ചേക്കാന്ന് പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനോടും പറഞ്ഞത് തന്നെ, നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് എന്തായാലും എത്തും. നമ്മൾ പിന്നെ അതിന് വേറെയുള്ള വളഞ്ഞ വഴികൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ്, കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാണുമല്ലോ ഈ ഫീൽഡിൽ. അപ്പോൾ അതിൽ ഒരു കോർ കോമ്പറ്റൻസി അല്ലെ അതിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ. വേറെ ബിസിനസ് ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഒരുപാട് ബിസിനസ് ഈ സെയിം ഇല്ല. പക്ഷേ ഇത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഈവൻ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്പൈക്ക് എന്തായിരിക്കാം കമ്പയർഡ് ടു ദ അതർ, ഐ മീൻ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോർ കോമ്പറ്റൻസി? നമ്മുടെ കമ്പനിയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ തന്നെയാണ്. എനിക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി, ആ ഒരു എക്സാമ്പിൾ ഞാൻ എന്നെ തന്നെയാണ് കാണിക്കുന്നത്. അതെ, എൻ്റെ ഒരു ഇത് ഞാൻ തന്നെയാണ് കാണിക്കുന്നത്, വേറെ ആരും അല്ല കാണിക്കുന്നത്. അതൊരു മെയിനായുള്ള ഒരു പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ബാക്കിയുള്ളവർക്ക് ഇത്രയും നമ്മുടെ അത്രയും ഈ ഓൺലൈനിൽ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 വർഷം ആവുന്നതേ ഉള്ളൂ. ഇത്രയധികം നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് വരണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സാധനം എടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആൾക്കാരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവും. ആ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് തന്നെയാണല്ലോ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ്. കൂട്ടം നമുക്ക് എന്തായാലും പുറത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് യുവർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെതായ ചില എലമെന്റ്സ്, ചില സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമുക്കൊരു രഹസ്യക്കൂട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രഹസ്യക്കൂട്ട് ഞങ്ങൾക്ക് പറഞ്ഞെന്ന്, രഹസ്യക്കൂട്ട് മാത്രമല്ല അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം, ഇതൊക്കെ ഇപ്പോഴും ഞങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഹെയർ ഓയിൽ നമ്മൾ തയ്യാറാക്കുന്നതും. ഇപ്പം ആസ് ആൻ എന്റർപ്രണർ നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും ഏറ്റവും മെയിൻ കോർ നിൽക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു ചെറിയൊരു പോയിന്റ് ബാഡ് ഉണ്ടെങ്കിൽ പോലും യു ഗൈസ് ആർ റെസ്പോൺസിബിൾ, എല്ലാ ഫൗണ്ടറാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇപ്പം പിന്നെ റോബിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇതും തീർച്ചയായിട്ടും ഒരു ഓൺ ബേബി റെസ്പോൺസിബിൾ പരിപാടിയാണ്. അപ്പം ലൈഫിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ലൈഫിൻ്റെ ആ ഒരു ഇതിനെ, ഡെയിലി റണ്ണിനെ? കാരണം ഇതിലൂടെ നമ്മൾ ചിലപ്പോൾ നമ്മളതിൻ്റെ പോളിഷ്ഡ് ആകാറുണ്ട്, നമ്മളെ സ്വഭാവ ക്യാരക്ടറിന് ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അത് പറയുകയാണ് ശരിയല്ലേ? അത് കുറച്ചുകൂടി നമ്മൾ മെച്ചുവേർഡ് ആവും. കറക്റ്റ് അല്ലേ? കാരണം ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ ഏത് ജോബിനും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ആര് ചെയ്യുന്ന ജോബിനും ഉത്തരവാദിത്തങ്ങളുണ്ട്. റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഒരു ജോബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ജോബ് ചെയ്യാൻ അയാൾ ആക്ട് അല്ല.
അതാണ് അതിന്റെ കാര്യം. പക്ഷെ ഒരു എന്റർപ്രണറിലേക്ക് എത്തുമ്പോൾ പുള്ളിക്ക് കുറച്ചും കൂടി എനിക്ക് അഞ്ജുവിന് കുറച്ചും കൂടി പറയാൻ പറ്റുമായിരിക്കും. എത്ര പേർക്ക് ഇപ്പൊ നമുക്കൊരു സാലറി ഡേറ്റ് 3-ാം തീയതി എന്ന് പറഞ്ഞ സാലറി ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ സാലറി കൊടുക്കണം. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് കുടുംബങ്ങളായിരിക്കും അവിടെ കഴിയുന്നത്. നിൽക്കുന്നുണ്ട്. ആ ഡേറ്റിൽ നമ്മൾ എന്തൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റിലായിരിക്കും ഓടുന്നത്. പക്ഷെ ആ ഡേറ്റിൽ നമ്മൾ സാലറി കൊടുക്കണം. അതൊക്കെ അങ്ങനെ പല കാര്യങ്ങൾ. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം. ഓരോ ബാച്ചിനും ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ഓരോ പ്രൊഡക്റ്റും വെല്ലായിട്ട് പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തണം. ഒരാളൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ ആ സാധനം ഹോം ഡെലിവറി ചെയ്യണം. അങ്ങനെ ഓരോ സ്റ്റേജിലും ഒരു എന്റർപ്രണറെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ ഒരു കൂമ്പാരമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതൊരു നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു താല്പര്യം വരും. ഈ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. അതും സ്വന്തം ബിസിനസ് ആകുമ്പോൾ ഇരട്ടി താല്പര്യം. അതെ അതെ അതെ. താല്പര്യം എന്നുള്ളതിന് കൂടുതൽ നമ്മൾ എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കും. നമ്മൾ കുറച്ചുകൂടി പവർ വരുന്നത്. നമ്മൾ ശരിക്കും ഡെയിലി ഓരോ കാര്യങ്ങൾ പഠിക്കും. അത് വലിയൊരു കാര്യം ബിസിനസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ബാങ്കിലാണെങ്കിൽ കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. ഇപ്പോൾ റീസെൻ്റ് ഒരു ഇതാണ് പ്രൊഡക്റ്റ് വന്ന ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ഫ്രോഡിന്റെ ഒരു ചെയിനിൽ വരുന്നതാണ്. അപ്പോൾ NCCRB പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിൽ കയറിയിട്ട് ഈ ഫ്രോഡ് ഫസ്റ്റ് ആൾ ഇത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബാങ്ക് എടുക്കുന്ന ആക്ഷൻ നമ്മളും അതിനകത്ത് പെട്ട ആളായതുകൊണ്ട് വെച്ചാൽ നമ്മുടെ നിന്ന് കസ്റ്റമർ പൈസ തന്നു, നമ്മൾ അയാൾക്ക് അയച്ചു കൊടുത്തു, അയാൾക്ക് കിട്ടി. പക്ഷെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും ഒരു എൻ്റെ ഡേയിൽ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്കാം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അതേ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ ഒരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ഉണ്ടെങ്കിലാണ് എനിക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടുള്ളൂ. മനസ്സിലായി? ഞാൻ അത് NCCRB രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ആ ഫണ്ട് എല്ലാ ചെയിനിലും ബ്ലോക്ക് ആവും. പക്ഷെ ഇവിടെ നമ്മുടെ കേസിൽ നമ്മൾ ജെനുവൻ ആയിട്ട് കൂടി ഇപ്പൊ ഞാൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 4,000 rupees സംതിങ് ഉള്ളൂ. മോർ ദാൻ 1.3 crore അക്കൗണ്ടിൽ കിടക്കേണ്ട ആ അക്കൗണ്ടാണ് ഫ്രീസ് ആവണത്. അതാണ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും? കാരണം ഈ പൈസ എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫണ്ടുകളാണ്. അപ്പം ഞാൻ ബാങ്കിലാണെങ്കിൽ കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പകച്ചു പോയി എന്ന് പറയില്ല. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും അങ്ങനത്തെ ഓരോ സ്റ്റേജുകൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡെയിലി പഠിക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. ആ ഒരു ടൈമിൽ നമ്മുടെ ഇങ്ങനെ ഇതായ ടൈമിൽ നമ്മുടെ പ്രൊഡക്ഷൻ അടുത്ത ദിവസം നമുക്ക് പ്രൊഡക്ഷനാണ്. നമുക്ക് നമ്മുടെ പച്ചമരുന്ന് കൊണ്ടുവരുന്ന നമ്മുടെ കർഷകർക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇവരെല്ലാം ഇത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ നീലിയമ്മിൽ വെട്ടി കൊടുത്ത് നാളെ ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലോട്ട് പൈസ കിട്ടും. പക്ഷെ ഇതെല്ലാം നമുക്ക് നിലച്ചു പോണ ഓരോ സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ അതൊക്കെ സപ്പോർട്ടീവ് വരുന്നുണ്ട്. കാരണം നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ ഇടയിൽ മാത്രമല്ല നമ്മളെ ഡീൽ ചെയ്യുന്ന എല്ലാവരുടെ ഇടയിലും ട്രസ്റ്റ് ഉണ്ട്. ഇവൻ ആരും ഞങ്ങളുടെ അടുത്ത് ആ സമയത്ത് ഫണ്ടോ കാര്യങ്ങളോ ചോദിച്ചിട്ടില്ല. വെച്ചാൽ നിങ്ങൾ ടൈം എടുക്കൂ ആ ഒരു ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ശരിക്കും ആ ടൈമിൽ ഫണ്ട് എവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ആയി കിടക്കുകയാണ്. അക്കൗണ്ട് ഫ്രീസ് ഒക്കെ മാറ്റി കിട്ടി. വെച്ചാൽ അതിനുള്ള വഴികൾ നമ്മൾ പോയി. അപ്പൊ നമ്മൾ അത് പഠിച്ചു. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ എങ്ങനെ മാറ്റാന്നുള്ള വഴികളിലേക്ക് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പക്ഷെ ഇതൊക്കെ ഓരോ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടി ഇൻസിഡൻസ് ആണ്. നമ്മൾ ശരിക്കും ഡെയിലി പഠിക്കും. നമ്മൾ മറ്റുള്ള ഒരു എംപ്ലോയി പഠിക്കുന്നതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഒരു എന്റർപ്രണർ പഠിക്കും. കാരണം ഇതിപ്പോ രണ്ടുമാണ്. എനിക്കത് കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയതിലുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ടെസ്റ്റിമോണിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം റിവ്യൂസ് എപ്പോഴും കാണുമായിരിക്കും. നമ്മളെ വിളിച്ച് പറയും ചേച്ചി അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ പ്രൊഡക്റ്റാണ്, ഞാൻ അവിടെ റെഫർ ചെയ്തു, അതൊക്കെ സന്തോഷമാണ്. എങ്കിലും ചിലത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനോട് നമുക്ക് തന്നെ സന്തോഷം വരില്ല, ഒരു പ്രൗഡ് ഫീൽ വരില്ലേ ചില റിവ്യൂസ്, അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഇത് ആക്ച്വലി ശരിക്കും കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാഫാണ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ നമ്മുടെ പേജസിലൊക്കെ കയറി നോക്കുമ്പോൾ ഒരു തവണ എനിക്ക് വന്ന ഒരു റിവ്യൂ, അത് എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുമ്പ് നമ്മുടെ അടുത്ത് നിന്ന് ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്തതാണ്. ഇവർ യൂസ് ചെയ്യുന്നതിന് മുൻപ് അന്ന് ഞാനൊരു ചാറ്റ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ ചാറ്റ് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരുപാട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുവാണ്, ചേച്ചി ഭയങ്കര മുടി കൊഴിച്ചാൽ. അത് അവർക്ക് നല്ല രീതിയിൽ ഒട്ടും തന്നെ മുടിയില്ലാത്തൊരവസ്ഥ. ശരിക്കും മുടിയൊന്നും നമുക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല, പക്ഷേ എന്നാലും ഇല്ലാത്ത ആളുകൾക്ക് അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ നേരിടുന്നുണ്ട്. ചേച്ചി ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ടെൻഷൻ കൂടെ കൂടിയിട്ടായിരിക്കും. അതെ 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 അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഭയങ്കര കരഞ്ഞിട്ടൊക്കെയാണ് ഇവർ സംസാരിച്ചത്. ഇവരൊരു 8 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഇവര് മെസ്സേജ് ചെയ്യുകയാണ്, ഇവരുടെ ഹെയർ വന്നതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ആ ഒരു ചാറ്റ് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ അപ്പോഴും കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ,
വിഷമം എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മുടെ അടുത്ത് ഒരാൾ വിഷമം നമ്മുടെ മനസ്സിൽ അന്ന് കിടക്കില്ല. ഞാൻ ഓർക്കേണ്ട ഇൻസിഡന്റ് അന്ന് എന്നോട് ചോദിച്ചത് മുടിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടുകാരെ കുറ്റം പറയുന്നതിനോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ആ ശരിക്കും ഒരാൾക്ക് മുടിയില്ലാതെ അയാളുടെ കുഴപ്പമല്ലല്ലോ, ജനറ്റിക് ആണല്ലോ. അതിന് ബാക്കിയുള്ളവർ ഇതിന് മാത്രം കിടന്ന് കുറ്റം പറയോ അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരാൾക്ക് ഇത്രയധികം റിസൾട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു ടൈം. നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് നോക്കുന്നു, ദേ വോണ്ട് ടു ടോക്ക് ടു യു ഗൈസ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുവാണ്, നാളെ ഞാൻ എല്ലാം സെറ്റാണ്, റെഡിയാണ്, സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്, എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയുമായിരിക്കും? എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിലുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്കിൽ അത് എന്താണെങ്കിലും സക്സസ്സിലെത്തും. പിന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. നമ്മൾ എന്ത് സംഭവമാണോ എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിവുണ്ടാകണം, ഒരു ജ്ഞാനം വേണം. പിന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് കുറച്ച് നമുക്ക് കുറേ മീഡിയാസ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ ചിലപ്പോൾ നോക്കി നമുക്ക് അറിയാൻ പറ്റും, ഓൺലൈനായിട്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്ത ആളുകളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കൂടുതലായിട്ട് നമ്മൾ അറിവുണ്ടാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. നമുക്ക് എപ്പോഴും ഈ പോകുന്ന ഒരു ഫ്ലോയിലായിരിക്കില്ല പോകുന്നത്. ചിലപ്പോൾ നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മൾ ആ ഇരുന്ന് പോവാതെ നമ്മൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവരുടെ ഫാമിലി എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ ബിസിനസ് ചെയ്യാന്ന് മാത്രമല്ല, എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഫിനാൻഷ്യൽ ബാക്കപ്പും വേണ്ടേ? അങ്ങനെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത ഒത്തിരി ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വന്ന എല്ലാവരും ഒത്തിരി ഫിനാൻഷ്യൽ ബാക്കപ്പ്, ഞങ്ങൾ ഭൂമി വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നുമില്ല. ആകെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി പറഞ്ഞില്ല, ആദ്യത്തെ ദിവസങ്ങൾ 2 ബോട്ടിൽ 3 ബോട്ടിൽ 5 ബോട്ടിൽ അതൊക്കെയാണ് നമ്മുടെ ഒരു സെയിൽ നടക്കണേ. അല്ല ഞാൻ ചോദിച്ചത്, അതായത് ഫാമിലിയിൽ ഒരു ഡെയിലി ബ്രെഡ് ഒരു ഇൻകം വേണമല്ലോ. അതെ, അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ലാതെ ജോലി കളഞ്ഞിട്ട് ഒരു ബിസിനസ്സിലോട്ട് എടുത്ത് ചാടുന്നു വിത്തൗട്ട് എനി ഫിനാൻഷ്യൽ സോഴ്സ്. എനിക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. ആദ്യത്തെ സംരംഭത്തിലെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ആള് സ്വയം കണ്ടുപിടിച്ചാണ്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. റിസ്ക് എടുത്താലല്ലേ നമുക്ക് മുന്നോട്ട് ഒരു ബിസിനസ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാള് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ, നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞ് വലിയ ആ സമയം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും. നാളെയാണ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യണേ. ബിസിനസ്സിന് അങ്ങനെ ഒരു ജോയിനിങ് ഡേറ്റ് ഇല്ല. നമ്മുടെ മൈൻഡിൽ എന്നാ ചിന്ത വരണം അന്ന് നമ്മൾ ജോയിൻ ചെയ്തു. അതിനകത്ത് അത്രേ ഉള്ളൂ. അത് പുള്ളി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് ഓരോ സ്റ്റേജുകളാണ്. നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു പറഞ്ഞാൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, ലൈസൻസ് എടുക്കുന്നു, അങ്ങനത്തെ ഓരോ സ്റ്റേജുകളാണ് അതിന്റെ. അപ്പൊ ഓൾറെഡി പുള്ളി ബിസിനസ്സിലാണ്. ഐഡിയ കയ്യിലുണ്ടോ, ഓൾറെഡി നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇനി നീ അത് പയ്യെ അതിന് വളമിട്ട് കൊടുക്കുക. അതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് അഞ്ചു പറഞ്ഞ പോലെ. ഈ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള എന്തെല്ലാം നമുക്ക് കിട്ടും അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഒരു എക്സ്പാൻഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാൻസോടെ ചോദിച്ചിട്ട് നമുക്ക് എൻ്റെ ചെയ്യാം. എന്താണ് നമ്മുടെ ഓൾറെഡി UAE നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മാസം നമ്മൾ എക്സ്പോർട്ടിംഗ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത മാസം നമ്മുടെ കാനഡ, UK, ബഹ്റൈൻ, ഒമാൻ ഇങ്ങോട്ടൊക്കെ നമ്മൾ എക്സ്പോർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് എടുത്തു. ഇപ്പൊ UAE നമ്മുടെ കസ്റ്റമേഴ്സിന് ശരിക്കും ഒരു വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രൊഡക്റ്റ് കിട്ടും. വെച്ചാൽ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ 2 ദിവസം മാക്സിമം 2 ഡേയ്സ് എടുക്കുള്ളൂ ഇവരുടെ കയ്യിലേക്ക് റീച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടുന്ന് ഓൾറെഡി അല്ലാത്ത ഏത് രാജ്യത്തേക്കും നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് ഓൾറെഡി, നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെയിലി എനിക്ക് കൊണ്ട് ഒരു 50-60 കൊറിയേഴ്സ് നമ്മൾ പുറത്തേക്ക് അയക്കുന്നുണ്ട്. ശരി പാക്കറ്റ് തന്നെ. പക്ഷെ അത് അവിടെ എത്താനായിട്ട് ചിലപ്പോൾ ഒരു 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എടുക്കും. ആ ഒരു ടൈം ഡിലേ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ അവിടെയൊക്കെ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ അവിടെ ചെറിയൊരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഏരിയ ഞങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭൂമികാവേദിക്സ്.in എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, വാട്സാപ്പ് നമ്പർ ഉണ്ട്. അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതെല്ലാം നമ്മൾ വെച്ചേക്കാം. വേണ്ടവർക്ക് തീർച്ചയായിട്ടും അത് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഇനിയും ടേൺ ഓവേഴ്സും പ്രോഫിറ്റ്സും പ്രോഡക്ട്സും ഡിഫറെൻറ്റ് ഇനിയും കൺട്രീസും ഒക്കെ ആവട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.